ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിച്ചു. എന്നാൽ 8 മാസം പൂർത്തിയായിട്ടും നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അനുദിനം ഈ നാട്ടിലെ സാധാരണക്കാരനെ ദ്രോഹിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സർക്കാരാണ് ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പായി ഇടതുപക്ഷം ഉന്നയിച്ച ഒരു മുദ്രാവാക്യമുണ്ട്: എല്ലാം ശരിയാക്കാം. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എല്ലാം ശരിയാക്കുമെന്നായിരുന്നു സഖാവ് പിണറായി വിജയന്റെ മുദ്രാവാക്യം. എന്നാൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 8 മാസം കഴിഞ്ഞപ്പോ ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് പല പേരും വേണം. മുൻകൊടുത്ത മോദി എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗല്ല, കോൺഗ്രസ് അല്ല, ഇവരുടെ ഘടകകക്ഷിയായ CPI നേതാവ് സത്യൻ മൊബേരിയാണ്. മുൻകൊടുത്ത മുസോളിനി എന്ന പേര് വേണു സഖാവ് പിണറായി വിജയന്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം മുൻകൊടുത്ത മുസോളിനി എന്നതിനേക്കാളും മുൻകൊടുത്ത മോദി എന്നതിനേക്കാളും ഏറ്റവും അനുയോജ്യമായ ഒരു കഥാപാത്രം ഇപ്പോൾ ഇദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളാനകളുടെ നാട് എന്ന സിനിമയിലെ പപ്പുവിന്റെ കഥാപാത്രമാണ്. വെള്ളാനകളുടെ നാട്ടിലെ പപ്പു എന്ന കഥാപാത്രം റോഡ് നന്നാക്കാൻ വേണ്ടി പറയുമ്പോ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് പപ്പുവിനെ ആനയിച്ചു കൊണ്ടുവരുന്നുണ്ട്. അവസാനം റോഡ് റോളർ നന്നായില്ല എന്ന് മാത്രമല്ല, തകർന്നു പോയ മതിലിന്റെ കാശ് പോലും ആ കൊണ്ടുവന്ന ആൾക്ക് കൊടുക്കേണ്ട ഗതികേട് പോലെ ആനയിച്ചു കൊണ്ടുവന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ പിണറായി വിജയന്റെ ഭരണം മൂലമുള്ള പാപത്തിന്റെ ശമ്പളം കൊടുക്കേണ്ട ഗതികേട് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടായി എന്നാണ് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. റേഷൻ പൂർണ്ണമായി അട്ടിമറിക്കപ്പെട്ടു. യൂണിയൻ ഭരിക്കുമ്പോ എത്ര നന്നായി മാന്യമായി റേഷൻ വിതരണം ഇവർ നടപ്പിലാക്കി. എന്നാൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ 49 ലക്ഷം